എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷെയറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്ന് 3 വർഷം കഴിഞ്ഞ് 4-ാം വർഷത്തേക്കാണ് യുക്രൈൻ റഷ്യ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3 വർഷമായി നടക്കുന്ന ഈ യുദ്ധത്തിൽ യുക്രൈന് നഷ്ടപ്പെട്ടത് 13,000 ആൾക്കാരെയും 20,000-ൽ പരം പരിക്കുപറ്റിയ ആൾക്കാരും. വീണ്ടും യുദ്ധം തുടരുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം യുദ്ധം തുടങ്ങാൻ ഉണ്ടായ സാഹചര്യം യുക്രൈൻ നാറ്റോ ഏജൻസികളുമായി ചേരുന്നു എന്ന ഒരു ധാരണയിൽ അതങ്ങനെ ഉണ്ടാകരുത് എന്ന് പുടിൻ്റെ നിർബന്ധവും ആണ് ഇങ്ങനൊരു യുദ്ധം തുടങ്ങാൻ കാരണമായത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം യുക്രൈനിൽ വീണ്ടും റഷ്യയിലേക്കു ലയിപ്പിക്കണം എന്ന ഒരു ചിന്താഗതിയാണ് പുടിനുണ്ടായത്. അതിനുള്ള എളുപ്പമാർഗം 2-3 ദിവസം കൊണ്ട് റഷ്യയുടെ സൈനിക ബലം കൊണ്ട് നിസ്സാരം യുക്രൈനെ കീഴ്പ്പെടുത്താമെന്നുള്ള ഒരു മിഥ്യാബോധം പുടിനുണ്ടായി. പക്ഷെ ഫലം ഇന്നും കാണാൻ സാധിച്ചില്ല. 2 കൂട്ടർക്കും വലിയ നാശങ്ങളുണ്ടായി. അതിലേറ്റവും കൂടുതൽ നശീകരണം ഉണ്ടായത് യുക്രൈനാണ്. യുക്രൈൻ്റെ പല ഭാഗങ്ങളും റഷ്യ പിടിച്ചെടുത്തു. അവരുടെ അധീനതയിലാക്കി. എന്നാൽ വെറും ഒരു ഹാസ്യ നടനായി ജീവിതം ആരംഭിച്ച സെലൻസ്കി എന്ന ഒരു വ്യക്തിയാണ് പുടിൻ യുദ്ധം ആരംഭിച്ചപ്പോൾ യുക്രൈൻ്റെ പ്രസിഡൻ്റായിരുന്നത്. ഇന്നും ആ പ്രസിഡൻ്റ് പദം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ യുദ്ധത്തിന് യുക്രൈന് വേണ്ടി നാറ്റോ രാജ്യങ്ങളുടെ ഒത്തിരി സഹായവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഈ നാറ്റോ രാജ്യങ്ങളുടെ സഹായം ഉക്രൈൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവിയിൽ യുക്രൈൻ റഷ്യയ്ക്ക് ഒരു ഭീഷണിയായി മാറുമെന്നുള്ള ഒരു ധാരണയാണ് പുടിനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത് എന്നാണ് പറയപ്പെടുന്നത്. യുക്രൈൻ റഷ്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ യുക്രൈൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരുപാട് മിനറൽസ് റഷ്യയുടെ അധീനതയിലാക്കി ശേഷമുള്ള ഭാഗങ്ങളാണ് കൊടുത്തത്. എങ്കിലും ഇപ്പോഴും മറ്റുള്ള സ്ഥലം കൂടെ അവരുടെ അധീനതയിലാക്കി റഷ്യയെ വിപുലീകരിക്കണം, പണ്ടത്തെ USSR ആയി മാറ്റണം എന്ന ഒരു ആശയമാണ് പുടിനുള്ളത്. അതിൻ്റെ അവസാനം എന്താകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് പുടിൻ ജീവിച്ചിരിക്കുമ്പോഴോ അത് സാധിക്കാൻ പറ്റുമെന്തോ അത് ചരിത്രം പറയും. ഇനി ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഈ ഒരു വലിയൊരു രാജ്യമായ വലിയൊരു സൈനിക ശക്തിയുടെ രാജ്യത്തോട് യുക്രൈൻ പിടിച്ച് നിർത്തുന്നത് തന്നെ സഖ്യരാഷ്ട്രങ്ങളുടെയും നാറ്റോ രാജ്യങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് മാത്രമാണ്. ഇതിൽ ഒരു പരിധിവരെ അമേരിക്കയുടെ സഹായം ഉണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ ഒരറിവാണ് ഇപ്പോൾ ട്രംപിൽ നിന്നുണ്ടായിരിക്കുന്നത്. മര്യാദയ്ക്ക് യുക്രൈൻ യുദ്ധം നിർത്തണം, ഇല്ലെങ്കിൽ ഫലം ദൂഷ്യമായിരിക്കും. എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് ലോകത്തിനൊരു പിടി കിട്ടിയില്ല. എന്നാൽ ഒരു കാര്യം, ഇതിനുള്ള മുൻ ഇലക്ഷനിൽ, അതായത് ട്രംപുമായിട്ടുള്ള മത്സരത്തിൽ ട്രംപിനെ ജയിപ്പിക്കാൻ
റഷ്യ ഒത്തിരി സാമ്പത്തിക സഹായം ചെയ്തിരുന്നെന്ന് കേട്ടിരുന്നു. ഇനി അതിൻ്റെ പ്രത്യുപകാരമാണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ യുക്രൈന് യുദ്ധം നിർത്താൻ ട്രംപ് പറയുമായിരുന്നില്ല. സമാധാനം ആവശ്യമാണ്. രണ്ട് രാജ്യത്തിലെ രാഷ്ട്രത്തലവന്മാരെയും ഒന്നിച്ചിരുത്തി അതിൻ്റെ പരിഹാര മാർഗം കാണുന്നതിനു പകരം യുക്രൈൻ ഉടൻ തന്നെ യുദ്ധം നിർത്തണം എന്ന് ആജ്ഞാപിച്ചിരിക്കുന്നു. അതുമല്ല, നിർത്തിയില്ലെങ്കിൽ അനന്തരഫലം വളരെ കഠിനമായിരിക്കുമെന്നുള്ളൊരു താക്കീതും. ഇതൊരു വശത്ത്. ഇതിനപ്പുറം കേൾക്കുന്ന മറ്റൊരു വാർത്ത, ഇലോൺ മാസ്ക് ഒരു പ്രസ്താവനയിൽ അറിയാൻ സാധിച്ചത്, കാനഡ അമേരിക്ക പറയുന്നത് കേട്ടിരിക്കണം, അതില്ലെങ്കിൽ വേണ്ടി വന്നാൽ കാനഡയെ അമേരിക്കയുടെ ഒരു ഭാഗമാക്കി സമ്മർദ്ദം ചെലുത്തി മാറ്റുമെന്നാണ് പറയുക. എന്താണ് ഈ നേതാക്കന്മാർക്ക് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇതേ ട്രംപ് തന്നെ വീണ്ടും പറയുന്നു, അമേരിക്കയുടെ ഒത്തിരി കോടികൾ ഇന്ത്യൻ ഇലക്ഷന് വേണ്ടി മോദിക്ക് എതിരായിട്ട് നിന്നവർക്ക് സഹായിച്ചു മോദിയുടെ ഭരണം ഇല്ലാതാക്കാൻ. അതിൻ്റെയും വാസ്തവം എന്താണെന്ന് ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തോ പേയ്മെൻറ്റൊക്കെ ചെയ്തു എന്ന് ട്രംപ് പറയുമ്പോൾ എന്തെങ്കിലും വാസ്തവം ഉണ്ടാകാതിരിക്കില്ല എന്ന് കരുതാം. ഇനി ഈ യുദ്ധ കൊതിയന്മാരോടൊന്നും മാത്രമേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ എന്ത് ചെയ്താലും ഒരു കാര്യം മനസ്സിലാക്കണം. പ്രധാനമായി ട്രംപ് മുൻകാല ചരിത്രങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുന്നത് നന്നായിരിക്കും. എങ്ങനെയായിരുന്നു റഷ്യയും അമേരിക്കയും മുൻകാലങ്ങളിൽ? അതിന്ന് ഘടകവിരുദ്ധമായി ഇപ്പോൾ ട്രംപും റഷ്യയും മാറിയിരിക്കുന്നു. അത് സമാധാനത്തിനുള്ളൊരു നീക്കമാണെങ്കിൽ എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടതാണ്. അതല്ലാതെ ഒരു കുഞ്ഞു രാജ്യത്തെ സഹായിക്കാതെ റഷ്യയുടെ സൈഡിൽ നിന്നും റഷ്യയെ സഹായിക്കാനുള്ളൊരു നീക്കം ചെയ്യുന്നതും അത്ര നല്ലൊരു കാര്യമല്ല. ട്രംപ് അമേരിക്കയുടെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നത് നല്ല കാര്യമാണ്. അതാണ് ഓരോ രാജ്യസ്നേഹികളും ചെയ്യേണ്ടത്. എന്നതിൽ കവിഞ്ഞ് മറ്റുള്ള രാജ്യങ്ങളെ എന്തും ചെയ്യാം, അവർ പറയുന്നത് ചെയ്തിരിക്കണം എന്നുള്ളൊരു ശാഠ്യം അത്ര നല്ലതല്ല. അങ്ങനെ ശാഠ്യം പിടിച്ചവർ ആരും തന്നെ ജയിച്ചതായി ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. സോ ട്രംപിന് ഒത്തിരി പണികൾ, ഒത്തിരി കാര്യങ്ങൾ അമേരിക്കയിൽ തന്നെ ചെയ്തു തീർക്കാനുണ്ട്. പല രാജ്യങ്ങളെയും അമേരിക്ക സഹായിച്ചിട്ടുണ്ട്, സഹായിക്കണം. ഒന്ന് മനസ്സിലാക്കുക, എല്ലാത്തിനും ഒരു അതിർവരമ്പുണ്ട്. 70 വർഷത്തിന് മുൻപ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിച്ചൊരു സബ്ജക്റ്റിൽ പറഞ്ഞിരുന്നു, സൂര്യൻ അസ്തമിക്കാത്ത ഒരു രാജ്യമാണ് ബ്രിട്ടൻ. എനിക്കന്ന് അത്ര അറിവുണ്ടായില്ല, ശരിക്കും അർത്ഥം പിന്നെയാണ് മനസ്സിലായത്. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. എന്താണ് അതിൻ്റെ അർത്ഥം? പിന്നെ ലേറ്റർ മനസ്സിലായി. ഇവർ പല രാജ്യങ്ങളിലും പോയി അവിടെയൊക്കെ എന്തെങ്കിലും കുശാക ബുദ്ധിയൊക്കെ കാണിച്ചിട്ട് ആ രാജ്യത്തെ ഇങ്ങോട്ട് കയ്യിലെടുക്കുക. അപ്പോൾ ഇത് നോർത്ത് സൂൺ, സൗത്ത് പോൾ, നോർത്ത് പോൾ, ഇങ്ങനെയൊക്കെയുള്ള പല ഭാഗങ്ങൾ അവരങ്ങോട്ട് എത്തപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാം കപ്പൽ മാർഗങ്ങളും പല കാര്യങ്ങളായിട്ടൊക്കെ പോയി എവിടെയെങ്കിലും ഒരു ദ്വീപ് കണ്ടെത്തിയാൽ അവിടെ അങ്ങോട്ട് താവളം അടിച്ച് അവിടെ ആൾക്കാർ ഒന്നിച്ചാക്കി അതിന് ഈ ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ കൊടി അവിടെ ഉയർത്തും. അത് ബ്രിട്ടീഷ് രാജ്യമായി അവർ പ്രഖ്യാപിക്കും. അവസാനം ഈ പിടിച്ച രാജ്യങ്ങളെല്ലാം ഇവർ വിട്ട് അവസാനം സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം സൂര്യൻ അസ്തമിക്കുന്ന രാജ്യമായിട്ട് മാറി. ഇത് ചരിത്ര സത്യമാണ്. ഇത് ഏത് കുട്ടികൾക്കും മനസ്സിലാക്കുമെന്നുള്ള കാര്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രംപും പുടിനും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.
ചരിത്ര താളുകൾ മറിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ നല്ലത് ചെയ്യണം. ആ ചരിത്ര രേഖകൾ പറയും ആര് എന്തായിരുന്നുവെന്ന്. അതുകൊണ്ട് ട്രംപിനോടും സെലൻസ്കിയോടും റഷ്യയോടും പറയാനുള്ളത് സമാധാനമായി ജീവിക്കാൻ ജനങ്ങളെ അനുവദിക്കുക. യുദ്ധം കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ പറ്റില്ല. നിങ്ങൾക്ക് ആദ്യം സാധ്യം കുറച്ച് വെടിക്കോപ്പുകൾ ഇല്ലാതാക്കാം, കുറച്ച് ജീവനെ 10,000-കണക്കിന് ആൾക്കാരെ ഇല്ലാതാക്കാം. യുക്രൈൻ്റെ കണക്കിതാണെങ്കിൽ റഷ്യയുടെ കണക്ക് ഇതുവരെയും പുറത്തു വന്നില്ല. അവർ വിടില്ല. കാര്യം അതവർക്ക് നാണക്കേടാണ്. ഇത്രയും ആൾക്കാരുണ്ട്, മരണസംഖ്യ ഇത്ര ആൾക്കാർ വികലാംഗരായെന്നുള്ളതൊക്കെ പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ലോകം ഇതെല്ലാം കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നതുമുണ്ട്. കഴിയുന്നതും സമാധാനത്തിലേക്ക് നയിക്കുക. ഈ യുദ്ധത്തിൽ മരണമടഞ്ഞ എല്ലാവരുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി നമുക്ക് നേരാം. യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവരോടും നമുക്ക് സഹതാപമുണ്ട്. നമുക്ക് സഹതാപം അല്ലാതെ മറ്റൊന്നും നമുക്ക് അവർക്ക് കൊടുക്കാനില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ രാഷ്ട്രതലവന്മാർക്ക് നല്ല ബുദ്ധി വരട്ടെ എന്ന്. ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മളും കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഫ്രഞ്ച് നാളെ നമ്മളെ തിരിഞ്ഞും കുത്താം. അതുകൊണ്ട് നാം സെൽഫ് ഡിഫെൻസ് ആയിരിക്കണം. നാം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നാം തന്നെ നമ്മുടെ രാജ്യത്തെ സൂക്ഷിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഓരോരുത്തരും ശ്രമിക്കണം. അത് രാഷ്ട്രീയം മറന്ന്, ജാതി മറന്ന്, സ്റ്റേറ്റ് മറന്ന്, എല്ലാം മറന്ന് നമ്മൾ ഒറ്റക്കെട്ടായി ഒരു ഇന്ത്യനാണ് നമ്മൾ, വി ആർ ദ ഇന്ത്യൻസ് എന്നുള്ള ഒരു ഉറപ്പ് നമ്മളുണ്ടായിക്കഴിഞ്ഞാൽ വി ക്യാൻ ബിക്കം നമ്പർ 1 ഇൻ ദ എർത്ത്. തീർച്ചയായിട്ടും ഈശ്വരൻ്റെ സഹായം കൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള പ്രകൃതി സമ്പത്ത് മറ്റൊരു രാജ്യത്തിനുമില്ല. നമുക്കെല്ലാം ഉണ്ട്. അത് ഖനനം ചെയ്തെടുക്കാനുള്ള കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസും അതിൻ്റെ കുറച്ച് സാമ്പത്തിക ഇതും ഒഴിച്ചാൽ വി ആർ ഓക്കെ, വി ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. സോ എല്ലാവർക്കും നല്ലൊരു നാളെ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയൊരു യുദ്ധം നമുക്ക് ഉണ്ടാകാതായിരിക്കട്ടെ. ലോകത്തിന് സമാധാനം വരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരുന്നാലും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.